പി.വി. അൻവർ ആദ്യമായി UDF വേദിയിലെത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയുടെ എടക്കരയിലെ പരിപാടിയിലാണ് പി.വി. അൻവർ പങ്കെടുത്തത്. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയുടെ നിലമ്പൂർ എടക്കരയിലെ പരിപാടിയിലാണ് പി.വി. അൻവർ പങ്കെടുത്തത്. UDF പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കെയാണ് പി.വി. അൻവർ ആദ്യമായി UDF വേദിയിലെത്തിയത്. വന്യമൃഗാക്രമണങ്ങളുടെ ഗൗരവം അറിയാത്തവർ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും മാത്രമാണെന്ന് പി.വി. അൻവർ മലയോര സമരയാത്രാവേദിയിൽ പറഞ്ഞു. വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാള് 10-75 വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു. മലയോര സമരയാത്രയിൽ പങ്കെടുക്കാൻ പി.വി. അൻവർ പ്രതിപക്ഷ നേതാവിനെ കണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിപാടിയിലേക്കുള്ള UDF ക്ഷണം. പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നലെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലും പി.വി. അൻവർ പങ്കെടുത്തിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ RSSുമായി ധാരണ നടത്തിയെന്നും പി.വി. അൻവർ ആരോപിച്ചു. ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. RSSന്റെ സഹായത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ വലിയ ശ്രമവും ചർച്ചയും നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം.